എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് ഓംലെറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് ഓട്സ് ഒന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ 3.5 ടേബിൾ സ്പൂൺ പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മാത്രം ഇത് കുതിർത്തിയെടുത്താൽ മതിയാകും. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള മറ്റു ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സവാളയുടെ പകുതിയാണ് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. 2 പച്ചമുളകും ഒരു പകുതി തക്കാളിയും 3 ടേബിൾ സ്പൂൺ നിറയെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കുറച്ച് മല്ലിയിലയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇതിപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തപ്പോൾ മുട്ടയ്ക്കും ഈ വെജിറ്റബിളിനും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നേരത്തെ പാലിൽ കുതിർത്ത് വെച്ചിരുന്ന ഓട്സിൻ്റെ ആ ഒരു മിക്സും കൂടിയാണ് ചേർക്കാനുള്ളത്. 3 ടേബിൾ സ്പൂൺ ഓട്സിൽ 3.5 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടാണ് ഇത് 10 മിനിറ്റ് കുതിർത്തെടുത്തത്. മുട്ടയും ഓട്സും വെജിറ്റബിളും എല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ വെജിറ്റബിൾ എല്ലാം ആ സെൻറ്ററിൽ തന്നെ കിടക്കും. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനിപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു വശം ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിവിടെ ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് ഓംലെറ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. 4ആയിട്ട് കട്ട് ചെയ്ത ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 വശവും ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഞാനിപ്പോൾ ഇത് ഓരോന്നായിട്ടും തിരിച്ചിട്ട് കൊടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ 4 എണ്ണം ഞാനിങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇത് 2 വശവും പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. Thank you.